ഹലോ വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ദീപ്തി ദിലീപ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കാരണം രാവിലത്തെ ജോലികൾ എളുപ്പം തീർക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം നമുക്ക് ചെയ്തു വെക്കാവുന്ന കുറേയധികം കാര്യങ്ങളാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 7 മണിക്ക് ശേഷമാണ് കേട്ടോ കിച്ചണിൽ കയറുന്നത്. ജോലിക്ക് പോകുന്നവർക്കും അല്ലാതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ പാത്തൂസ് ആണെങ്കിൽ കളർ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് കഫക്കെട്ടുണ്ട്, അതുപോലെ തന്നെ സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുകയാണ്. മിക്കവാറും നാളെ സ്കൂളിൽ പോകേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കുന്നതൊക്കെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനിടയ്ക്ക്. അങ്ങനെ പാത്ത് ഓടിയുന്ന ടീച്ചറായിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ രാവിലെ വെള്ളത്തിലിട്ട അരി ഉഴുന്നൊക്കെയാണ് പിറ്റേ ദിവസം നമുക്ക് ദോശ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ആ അരി ഉഴുന്നൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ പോകണം. അരി ഉഴുന്നും ഉലുവയും കൂടിയായിരുന്നു വെള്ളത്തിലിട്ടിരുന്നത്. പിന്നെ അതുപോലെ ചോറിന് പകരം അവലാണ് കേട്ടോ അരയ്ക്കുന്നത്. അവലും ഒന്ന് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം, നമുക്ക് തലേന്ന് തന്നെ ഒരു പ്ലാനിങ് ഉണ്ടാവണം. പിറ്റേ ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒന്ന് ഓർഡറായിട്ടല്ല ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റുമോ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തുണ്ടാക്കണം എന്ന് ആലോചിച്ച് തന്നെ ഒരുപാട് സമയം പോകും. അപ്പം അരച്ച് വെക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് വൈകുന്നേരം അരച്ച് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആലു പറാത്ത, മസാല ദോശ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മസാലയൊക്കെ നമുക്ക് തലേന്ന് തന്നെ റെഡിയാക്കി വയ്ക്കാം. ഫ്രിഡ്ജ് വെക്കണം എന്നില്ല. ഫ്രിഡ്ജ് വെക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഉപയോഗിക്കാം. ഫ്രിഡ്ജ് വെക്കാതിരുന്നാലും കേടാകാറില്ല കേട്ടോ. കാരണം ഇവിടെ വലിയ ചൂടില്ലാത്തത് കൊണ്ടാണ് കേടാവാത്തത്. നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ കേടായി പോകും. ഇപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. അപ്പോൾ ഞാൻ അരി ഉഴുന്നൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ അരച്ച് വെക്കുന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാറും അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ദോശ ഉണ്ടാക്കാറാണ് കേട്ടോ പതിവ്. പിന്നെ ഈ ദോശമാവും അപ്പത്തിൻ്റെ മാവും ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് ടിഫിൻ ബോക്സ് ആയിട്ട് കൊടുത്തു വിടാനായിട്ട് പറ്റും. ദോശയാണെങ്കിലും ബീട്രൂട്ട് ദോശ, അതുപോലെ തന്നെ പനിയാരം, അങ്ങനെ പല വെറൈറ്റി ഐറ്റംസ് നമുക്ക് കുട്ടികൾക്ക് കുക്ക് ചെയ്ത് കൊടുത്തു വിടാനായിട്ടാണെങ്കിലും പറ്റും. അങ്ങനെ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടച്ച് മാറ്റി വയ്ക്കാം. രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ അരി ഉഴുന്നൊക്കെ അരയ്ക്കുന്ന മിക്സിയുടെ ജാറ് കഴുകാനായിട്ട് വലിയ പാടായിരിക്കും, ഉഴുന്നൊക്കെ പറ്റി പിടിച്ചിരുന്നിട്ട്. അപ്പോൾ കിച്ചൺ ടിപ്സിൽ ഞാൻ പറഞ്ഞ ഒരു ടിപ്പാണ്, മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ലിക്വിഡ് വാഷ് ആണെങ്കിലും അത് ഒരു ഡ്രോപ്പ് ഇട്ടിട്ട് മിക്സിയുടെ ജാർ ഇങ്ങനെ ഒന്ന് ഓണാക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ടാകും. പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ, അത്രയ്ക്ക് ക്ലീനായി നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊരു ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം അന്നേരം ആയിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഞാനൊന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് അടുക്കളയിലെ ജോലി എന്ന് പറയുന്നത് ഈ പാത്രങ്ങൾ കഴുകായിരിക്കും. ഒരുപാട് പാത്രങ്ങൾ കിടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് ടൈമും എടുക്കും, പിന്നെ മടിയും തോന്നും. അതുകൊണ്ട് തന്നെ അപ്പം ആകുന്ന പാത്രങ്ങൾ വൈകുന്നേരം കഴുകി വെക്കുക എന്നുണ്ടെങ്കിൽ രാത്രിയിൽ നമുക്ക് പണികളൊക്കെ എളുപ്പം തീർത്തിട്ട് കിടക്കാനായിട്ടും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അരി ഉഴുന്ന് അരച്ച പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവണമെന്ന് പിറ്റേ ദിവസം എന്താണ് നമുക്ക് ഫുഡ് എന്നുള്ളത്. അപ്പം ഞാൻ പിറ്റേ ദിവസത്തേക്ക് വെക്കുന്നത് പയറ് മെഴുക്കുരട്ടിയും സാമ്പാറുമാണ് കേട്ടോ. സാമ്പാർ വെക്കുകയാണെങ്കിൽ ഇഡ്ഡലിക്കും ആകും, അതുപോലെ തന്നെ നമുക്ക് ചോറിനും ആകും. അപ്പോൾ ആ ഒരു കാൽക്കുലേഷനിൽ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ജോലിയും കുറവായിരിക്കും. അപ്പോൾ കുറച്ച് പച്ചപ്പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇത് കുറച്ച് സമയം ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ടതിന് ശേഷം വേണം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. അങ്ങനെ പയറും വെജിറ്റബിൾസും ഒക്കെ ഞാൻ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം തലേന്ന് തന്നെ ഞാൻ നമ്മുടെ റൈസ് കുക്കറിൽ ചോറ് വെച്ച് വെക്കാറാണ് പതിവ്. ഒന്ന് കുക്ക് ചെയ്ത് വയ്ക്കും.
അപ്പോൾ വെള്ളം വെച്ച് തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അരി നന്നായിട്ട് ചൂടുവെള്ളത്തിലാണ് വാഷ് ചെയ്യുന്നത്. മട്ടേരിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അത് തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ പിന്നെ രാവിലെ എടുത്ത് നമ്മൾ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വാർക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ചോറ് വെക്കാനായിട്ട് വലിയൊരു പാടില്ല, സമയവും ലാഭമാണ്, പെട്ടെന്ന് നമുക്ക് ചോറും റെഡിയായി കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പാത്തുവിനൊരു പനിയുടെ ലക്ഷണമൊക്കെ ഉണ്ട്, സൗണ്ടൊക്കെ ഇടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഞ്ഞിയും പയറും കൂടെ വെച്ചതായിരുന്നു അവൾക്ക് വൈകിട്ട്. അപ്പോൾ അത് കൊടുക്കുകയാണ് കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വയ്യാഴിക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൂടുതലായിട്ടും കഞ്ഞി കൊടുക്കാനായിട്ടാണ് ശ്രദ്ധിക്കാറ്. അപ്പോൾ അവൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് പിന്നെ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു പിറ്റേ ദിവസത്തേക്കുള്ളത്. അപ്പോൾ ഞാൻ അരിയാനായിട്ട് വന്നിരുന്നപ്പോഴത്തേക്കും അവളും അവളുടെ പ്ലാസ്റ്റിക്കിൻ്റെ കത്തിയൊക്കെ ആയിട്ട് വന്നിരിപ്പുണ്ട്. ഞാനും അരിയാന്നൊക്കെ പറഞ്ഞ് പിന്നെ പതുക്കെ ഞാനൊരു പയറൊക്കെ കൊടുത്ത് അവളായിരിക്കും അരിഞ്ഞൊക്കെ തന്നു കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും തലേന്ന് തന്നെ അരിഞ്ഞു വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട്, പിറ്റേ ദിവസത്തേക്കുള്ളതും മാത്രം. നമ്മളെപ്പോഴും അരിയുമ്പം പിറ്റേ ദിവസത്തേക്കുള്ളതും മാത്രമായിരിക്കും. ഒരുപാട് ദിവസങ്ങളിലേക്കുള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതൊക്കെ നമ്മുടെ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും. അതേസമയം നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വേണ്ടി മാത്രമുള്ളത് ഇങ്ങനെ അരിഞ്ഞിട്ട് ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിലൊക്കെ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ ഫ്രിഡ്ജ് വെക്കുന്ന സമയത്ത് അടപ്പ് നന്നായിട്ട് അടയുന്ന പാത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ പയറും മെഴുക്കുരട്ടിക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് വെക്കാവുന്ന കാര്യങ്ങളാണ് തേങ്ങ ചിരണ്ടി ഫ്രീസറിൽ സൂക്ഷിക്കാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിന് മുന്നും സിപ്ലോക്ക് കവറിലാക്കിയാണ് ഞാൻ തേങ്ങ ചിരണ്ടി ഫ്രീസറിൽ വെക്കാറ്. 2 തേങ്ങ ഒന്നിച്ചാണ് ചിരണ്ടി വെക്കാറ് കേട്ടോ. അതിൽ കൂടുതൽ ചിരണ്ടി വെക്കാറില്ല. അത് തീരുമ്പോൾ അടുത്ത ട്രിപ്പ് ചിരണ്ടി വെക്കും. അപ്പോൾ ഫ്രീസറിൽ സിപ്ലോക്ക് കവറിലാക്കി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇടയും കിട്ടും. വേറെ ടിന്നിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലം പോകും. പിന്നെ അതുപോലെ നമുക്ക് ചെയ്ത് വെക്കാവുന്ന കാര്യങ്ങളാണ് കറിവേപ്പിലയൊക്കെ ഇങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുന്ന ടൈമിൽ എളുപ്പമുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിറ്റേ ദിവസത്തേക്കുള്ള വെളുത്തുള്ളി, ഇഞ്ചി അതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കാം, പേസ്റ്റ് ആക്കി വെക്കാം. അതൊക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ തേങ്ങ ഫ്രീസറിൽ വെച്ചത് എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് 30 സെക്കൻഡ് ഓവനിൽ മൈക്രോവേവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് കിട്ടാറാണ് പതിവ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ വേറൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, പിറ്റേ ദിവസം രാവിലെ നമുക്ക് ധൃതി വെച്ച് ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും തീർന്ന കാര്യങ്ങളൊക്കെ, ഇപ്പം പൊടികളാണെങ്കിലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആണെങ്കിലും കിച്ചണിൽ തീർന്നത് നമുക്ക് എടുത്ത് വെക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും, ഒരുപാട് സമയവും പോകും. അതുകൊണ്ട് തലേന്ന് തന്നെ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് റീഫിൽ ചെയ്യേണ്ട സാധനങ്ങൾ റീഫിൽ ചെയ്ത് വെക്കുകയും ഇങ്ങനെ തീർന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയും ചെയ്യുകയാണെങ്കിൽ രാവിലെ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ ടിഷ്യൂ പേപ്പർ തീർന്നായിരുന്നു, അതെടുത്ത് വെക്കുകയാണ്. അതുപോലെ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഏത്തപ്പഴം ഇട്ട പുട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇതിന് മുന്നേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ പുട്ടിലേക്ക് ഏത്തപ്പഴം നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ഏത്തപ്പഴവും കൂടി ഇട്ട് ആവശ്യത്തിന് തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ പുട്ടുകുറ്റിയിൽ വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഏത്തപ്പഴവും കൂടി ഇട്ട് ആവിയിൽ വെന്ത് വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. പുട്ടിന് പ്രത്യേകിച്ച് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഏത്തപ്പഴം നമ്മൾ സെപ്പറേറ്റ് വേവിക്കേണ്ടതായിട്ടും ഇല്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിന്നറിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് പഴുത്തിട്ടിരിക്കുന്നവർ, പ്രത്യേകിച്ച് ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കുട്ടികൾക്ക് സ്കൂളിലേക്കാണെങ്കിൽ നമുക്കിത് കൊടുത്തു വിടാം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഉരുട്ടി കുഞ്ഞുങ്ങൾക്ക് ടിഫിൻ ബോക്സിലാക്കി കൊടുത്തു വിട്ടാൽ അവരാണെങ്കിലും കഴിക്കും. ഞാൻ പാത്തുവിന് കൊടുത്തു വിടാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനാണെങ്കിലും ഈ ഒരു പുട്ടും ഏത്തപ്പഴവും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പം ദിനു ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന, കുളിയൊക്കെ കഴിഞ്ഞ് ചൂടോടുകൂടി പുട്ട് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ പാത്തും വന്നിരുന്നിട്ടുണ്ട് പുട്ടും പഴവും വേണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രങ്ങളെല്ലാം വാഷ് ചെയ്ത് സിങ്കും വാഷ് ചെയ്ത് കിച്ചണും വൃത്തിയാക്കി ഗ്യാസ് സ്റ്റൗവും കിച്ചൺ സ്ലാബും എല്ലാം തുടച്ച് വൃത്തിയാക്കി നമ്മുടെ കിച്ചൺ എല്ലാം നീറ്റാക്കിയിട്ടുണ്ട്. എന്നും രാത്രിയിൽ ഞാനിങ്ങനെ കിച്ചൺ നീറ്റാക്കിയിട്ടിട്ടാണ് കിടക്കാനായിട്ട് ശ്രദ്ധിക്കാറ്. കാരണം അങ്ങനെയാകുമ്പോൾ നമുക്ക് രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ കിച്ചൺ കാണുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡൊക്കെ നല്ല റിലാക്സ്ഡ് ആകും, നമുക്ക് ജോലി ചെയ്യാനായിട്ട് മടിയും തോന്നത്തില്ല. അപ്പോൾ പാത്തു ഇവിടെ വന്നിരുന്ന ദിനുവിൻ്റെ കൂടെ അക്കുത്തിക്കുത്തൊക്കെ കളിക്കട്ടോ. ദിനു ഏതാണ്ട് ചെയ്യാനുണ്ട് ലാപ്ടോപ്പിൽ എന്നും പറഞ്ഞ് വന്നിരുന്നതാണ്. അപ്പോഴത്തേക്കും പാത്തുവും വന്നിരുന്നിട്ടുണ്ട്. അപ്പം ബാക്കി ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഹാളൊക്കെ ഒന്ന് അവിടെ ഇവിടെ നിരന്ന് കിടന്ന സാധനങ്ങളൊക്കെ അതാത് സ്ഥാനത്ത് തിരിച്ചെടുത്ത് വെച്ചിട്ട് നമ്മളിനി കിടക്കാനായിട്ട് ബാൽക്കണിയൊക്കെ അടച്ച് കർട്ടനൊക്കെ ഇടുകയാണ്. അപ്പം നമ്മുടെ അത്യാവശ്യം ക്ലീനിങ്ങും
പണിയെല്ലാം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് എണീറ്റ് വരാനായിട്ടും പറ്റും. ഒരുപാട് നേരത്തെ എണീക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെയുള്ള അമ്മമാർക്ക് രാത്രിയിൽ ഉറക്കമൊന്നും ശരിയാവത്തില്ല. അപ്പോൾ അവർക്ക് നേരത്തെ എഴുന്നേൽക്കുകയും കൂടെ ചെയ്യേണ്ട വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അതുപോലെ രാവിലെ തന്നെ വീട്ടിലെ ജോലികൾ തീർത്ത് ഓഫീസിലേക്ക് പോകേണ്ട അമ്മമാർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ, ചെറിയ ചെറിയ ടിപ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ജോലികൾ തീർത്ത് ഫ്രീ ആകാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ വീട്ടിലെ ബാക്കിയുള്ള മെമ്പേഴ്സിനെയും കൂടെ എല്ലാ ജോലികളിലും ഇൻക്ലൂഡ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.